ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ആദ്യം നമ്മൾ മേജർ അർക്കാന കാർഡ്സ് മാത്രമാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാം. പിന്നീട് നമുക്ക് ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന്റെ 2 മെസ്സേജസ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓട്ടം വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. ആദ്യം നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ടവർ വന്നിട്ടുണ്ട്, വേൾഡ് വന്നിരിക്കുന്നു, മജീഷ്യൻ, ചാരിയട്ട്. നമുക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇതിവിടെ ബോട്ടം വന്നിരിക്കുന്നത് നമുക്കിവിടെ ലവേഴ്സ് ആണ്. ലവേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഫൂളാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അറിയാമല്ലോ, ഇവിടെ ഒരു രാധാകൃഷ്ണ ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. രാധയും കൃഷ്ണനും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ രാധയും കൃഷ്ണനും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? സോൾമേറ്റ് അല്ലേ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് അല്ലേ, ട്വിൻ ഫ്ലെയിം കണക്ഷനാണിത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ രാധയേക്കാളും ഒരുപാട് യങ്ങായിട്ടുള്ള വ്യക്തിയാണ് കൃഷ്ണൻ. മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും സോൾമേറ്റ് കണക്ഷൻ ഒക്കെ വരുന്നത് ഒരുപാട് ഏജ് കുറഞ്ഞ വ്യക്തികളായിരിക്കും, മസ്കുലൈൻ എനർജി. അപ്പോൾ അങ്ങനെ ഏത് വിധത്തിലും വരാമല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫ് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരുപാട് സ്നേഹത്തോടു കൂടിയുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ള ചില വ്യക്തികളുമായിട്ട് കൂടുതലായിട്ട് ഒരു അൺകണ്ടീഷണൽ ലവ് അത് നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു നല്ല ഒരു പ്രണയബന്ധത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നീങ്ങാൻ കഴിയുന്നു, അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ചിലർക്കൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യത, പുതിയ വ്യക്തികളെ കണ്ടുമുട്ടാനുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് വഴക്കിട്ട് അകന്നിരിക്കുന്ന 2 പേർ തമ്മിൽ വീണ്ടും കൂടിച്ചേരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോളിനെ അങ്ങനെ മറ്റേ സോളുമായിട്ട് കണക്ട് ചെയ്യാതെ നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കണക്ഷനുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണ്, ഇവിടെ 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്. 10 നമ്പർ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ എൻഡ് ആവുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ മോശകരമായ ചില കാര്യങ്ങൾ എൻഡ് ആവുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ നല്ല ഒരു ലൈഫിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ മോശമായതിനെ അല്ല നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ മോശമാണെങ്കിൽ അതിവിടെ എൻഡ് ആവുന്ന നിങ്ങൾ നല്ലൊരു ഭാഗ്യത്തിലേക്ക് വരുന്നു. നിങ്ങളിപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും, എൻ്റെ ഒരു ഭാഗ്യസമയം ഇനി എന്താണാവോ, ഞാനൊരു ഭാഗ്യം കെട്ട വ്യക്തിയാണ്, എനിക്ക് ഇതുവരെ ഒരു ഭാഗ്യം ഒരു കാര്യത്തിനും ഉണ്ടായിട്ടില്ല, ഞാൻ പല കാര്യങ്ങളിലും എഫേർട്ട് എടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പല വിധത്തിലും ഞാൻ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും ഒരു നല്ല സമയം വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ ഇവിടെ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് മാറാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ല ഒരു ഭാഗ്യ സമയത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ചക്രം ഒന്ന് മുന്നോട്ട് ഉരുളുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ല ചില കാര്യങ്ങൾ സാധ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്നത് ടവറാണ്. ടവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചില കാര്യങ്ങളാണ്.
അല്ലാതെ ഇനിയും നിങ്ങൾക്ക് സംഭവിക്കാൻ വരുന്ന കാര്യമല്ല, സംഭവിക്കാൻ പോകുന്നതല്ല. സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ സ്റ്റക്കായിരിക്കും ചില കാര്യങ്ങളിലൊക്കെ. അതായത് നിങ്ങളുടെ കൺമുൻപിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ആരോ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയതുപോലെ ഒരനുഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ? അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാജയം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ മിക്കവാറും ഈ റീഡിങ്സ് ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരെ അവിടെ നിങ്ങളുടെ ബന്ധം മുഴുവനും തകർന്ന് തരിപ്പണമാകാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുക, അതുമല്ല സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാകും. ദൈവമേ, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ചില സമയമാകാം. അതുപോലെ ജോലി നഷ്ടപ്പെടാം, നല്ലൊരു ജോലിയിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളാവാം, നല്ലൊരു വീട്ടിൽ കഴിഞ്ഞിരുന്നവർ, നല്ലൊരു വാഹനത്തിൽ ഓടിയിരുന്നവർ, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവാം. അവിടെയൊക്കെ ഇതെല്ലാം പെട്ടെന്നാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോഴും അക്കാര്യങ്ങളിലൊക്കെ സ്റ്റക്കാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ, ഒരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളിൽ വേണമെങ്കിലും സംഭവിക്കാം. മനസ്സിലായി? നിങ്ങൾ ഇരുട്ടിലാണ്ട ദിനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്കിനി വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പുനഃസൃഷ്ടിക്കപ്പെടുന്നു. അതാണ് ഇവിടെ ബ്രഹ്മാവിന് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഇനി ആഗ്രഹ സഫലീകരണം നടക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇവിടെ അതെല്ലാം നശിച്ചു പോയിരിക്കുന്നു, അതെല്ലാം പെട്ടെന്നില്ലാതെ ആയിരിക്കുന്നു. പക്ഷെ ഇനിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് വീണ്ടെടുക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹ സഫലീകരണത്തിനൊരു സമയമായിരിക്കുന്നു. നമുക്ക് പലപ്പോഴും അതാണ് തന്നെ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യത്തിൻ്റെതായ ദിനങ്ങളെയാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ മോശം സമയത്തെ അല്ല കൊണ്ടുവരുന്നത്. നമുക്ക് ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നതിൽ നിന്നും വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് ദ വേൾഡിലേക്കാണ് നിങ്ങൾ വരുന്നത്, പരിപൂർണതയിലേക്കാണ് വരുന്നത്. പുതിയ ചില ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സമയമായിരിക്കുകയാണ്. ഇവിടെയെല്ലാം നശിച്ചു പോയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും, വളരെ വലിയ ദുഃഖങ്ങളിൽ നിന്നും, ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നത് ഒരുപാട് ആഗ്രഹ സഫലീകരണത്തിലേക്കാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന 1 ആണ് ഇവിടെ നമ്പർ. നിങ്ങൾക്ക് ഫസ്റ്റ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് നമ്പർ 1 ആണ്. ഇവിടെ നമ്പർ 1 ആണ്. ഇവിടെ വേൾഡ് കാർഡ് വന്നിരിക്കുന്നത് എന്താണ്? ഒരു പരിപൂർണതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, ആഗ്രഹ സഫലീകരണത്തിലേക്ക് പോകുന്നു. ഇവിടെയും ഒരു പുതിയ ലൈഫ്. ഇവിടെ അതുപോലെ തന്നെ ടവർ മൂവ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പോകുന്നത്? ഒരു പരിവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫിലേക്ക്. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മജീഷ്യന്റെ കഴിവോടുകൂടി ഇതുവരെ ഇവിടെ ഉള്ള കഴിവുകളൊക്കെ എന്താണ്? നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷെ ഇനിയും നിങ്ങൾക്കൊരു മജീഷ്യന്റെ കഴിവോടുകൂടി വീണ്ടും മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീട് എന്താണ്? ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വിക്ടറി, സക്സസ്. ഇത് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇതുവരെയും നമ്മൾ കണ്ടത്. ഈ ഒരു മജീഷ്യൻ എന്താണ്? മജീഷ്യൻ ഒത്തിരി പ്രയത്നത്തിലൂടെ മുന്നോട്ട് ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വളരെയധികം പ്രശസ്തി നേടാൻ, പ്രശസ്തി മാത്രമല്ല പ്രസിദ്ധിയും സാമ്പത്തികവും എല്ലാം നേടിയെടുത്ത് പേരെടുക്കുന്ന ഒരു വ്യക്തി. അയാളുടെ അത് ക്രിയേറ്റീവ് എനർജിയാണ് ഇതിനൊക്കെ കാരണം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡാൻസ് ചെയ്യുന്ന ഒരു ലേഡി എനർജിയാണ് കാണിച്ചിരിക്കുന്നത്, ഫെമിനിൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫെമിനിൻ എനർജി വന്നിരിക്കുന്ന എന്താണ്? ഒരു ദേവതാ സങ്കല്പത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ മജീഷ്യന്റെ എനർജി ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി ആരാണ് ആദ്യം കൊണ്ടുവരുന്നത്? ഒരു ഫെമിനിൻ എനർജി അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മജീഷ്യൻ പേരെടുക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ്. ആ ഒരു ക്രിയേറ്റീവ് എനർജിയെ കൊണ്ടുവന്നിട്ടാണ് മജീഷ്യന് ഒരുപാട് പ്രയത്നിച്ചിട്ട് കൂടിയാണ് അതിലൂടെ സക്സസിലേക്ക് മുന്നോട്ട് വരാൻ തുടങ്ങുന്നത്. ജീവിതത്തിന്റെ ഒരു തുടക്കം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിന് എന്താണ് ഒരു ക്ലാരിറ്റി എന്ന് നോക്കാം, ക്ലാരിഫൈ ചെയ്ത് നോക്കാവേ.
നിങ്ങളുടെ ഭാഗ്യചക്രത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കുഴങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കാം. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഏത് തരത്തിലും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ്. എങ്ങനെയായാലും ഇവിടെ നിങ്ങളുടെ ഭാഗ്യസമയം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് സാമ്പത്തികത്തെയാണെന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാകാം, അതുമല്ല എങ്കിൽ നിങ്ങൾ പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടും ആവാം. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട്. പെന്റക്കൽ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ അതാണ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി വന്നിട്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് മൈൻഡ്. എന്താണ്, കിട്ടുമോ കിട്ടത്തില്ലയോ, ഇനി എനിക്ക് നല്ലൊരു സമയം വരുമോ വരത്തില്ലയോ, ഇതൊക്കെ മനസ്സുകൊണ്ട് ആലോചിച്ച് കുഴങ്ങിയിരിക്കുന്ന, ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. എന്താ ചെയ്യേണ്ടത്, കൺഫ്യൂസ്ഡ് ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സമയത്തായിരിക്കാം നിങ്ങളിലേക്ക് ഈ ഒരു എനർജി വരുന്നത്, സാമ്പത്തികം വരുന്നത്. അതായത് നിങ്ങളുടെ ഭാഗ്യസമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി അടുത്തായിട്ട് ടവർ അല്ലേ, ടവറിൽ നമുക്ക് എന്താണ് ക്ലാരിഫൈ ചെയ്യാം. ഡബിൾ എനർജി കണ്ടില്ലേ? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം നിമിത്തമാണ് നിങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തെറ്റായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടാവും, ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. അതുവഴിയാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ദുഃഖത്തിലാണ്ടിരിക്കാനുള്ള കാരണം അത്തരത്തിലുള്ള എനർജി ആയിരിക്കാം എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണ് ഇതിലൂടെ വരാൻ പോകുന്നത്? 5 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിൽ സംഘർഷം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾക്ക് മറ്റുള്ളവരെ തോൽപ്പിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇല്ല, മറ്റുള്ളവരുടെ ഇടയിലേക്ക് മുന്നോട്ട് വന്ന് കയറാൻ സാധിക്കുന്നു. അതായത് മറ്റുള്ളവരെ തള്ളി നീക്കി നിങ്ങൾക്ക് വിജയിയാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വേൾഡ് കാർഡിന് എന്താണ് എന്ന് നോക്കാം. വേൾഡ് കാർഡിന് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആഗ്രഹ സഫലീകരണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേൾഡ് കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ എൻഡ് ആക്കിയിട്ട് നിങ്ങൾ ആഗ്രഹ സഫലീകരണത്തിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിൻ്റെതാണ് എനർജി വന്നിരിക്കുന്നത്. അതായത് സമ്പൂർണതയാണോ, സാമ്പത്തികത്തിൻ്റെതായ അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. ഒരു നിറവ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, അതുപോലെ നിങ്ങൾക്ക് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. വിക്ടറി ആൻഡ് സക്സസിന്റെ കാർഡാണ് ചാരിയട്ട് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് മേജർ അർക്കാനയിലും ചാരിയട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ചാരിയട്ട് കാർഡാണ്. ഇത് മേജർ അർക്കാന കാർഡ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണവും വന്നിട്ടുണ്ട് ചാരിയട്ടിന്റെ എനർജി. ഈ 2 ചാരിയട്ടിന്റെ എനർജി തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ട് അത് വിജയായി മാറാൻ സാധിക്കുന്നു, ഒരു നല്ല ഒരു സക്സസിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തോ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് എങ്ങനെയായാലും പോസിറ്റീവായാലും നിങ്ങളിലേക്ക് വരുന്ന കാര്യം സുഖമായാലും ദുഃഖമായാലും നിങ്ങൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് കഴിയും. നെഗറ്റീവ് സാഹചര്യമാണോ പോസിറ്റീവ് സാഹചര്യമാണോ എന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങളത് നോക്കാറില്ല. പക്ഷെ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇവിടെ അതിനെ മറികടന്നു പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരേപോലെ അതിനെ കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താണ് മജീഷ്യന്റെ എനർജിയിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വരാൻ മജീഷ്യന്റെ എനർജി നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഇതാണ്.
ലവേഴ്സാണ്. ഇത് മജീഷ്യന്റെ എനർജി തന്നെയാണ്. ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ് മജീഷ്യന്റെ എനർജിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലാകാം, അതുപോലെ തന്നെ വിവാഹം നടക്കാനുള്ള എനർജിയും ആവാം. ഇത്തരത്തിലുള്ള വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇനി അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ബിസിനസ് കാര്യങ്ങളിൽ, മറ്റു ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു നല്ല പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ വരുന്നതാവാം. നിങ്ങളെ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് ദൈവാനുഗ്രഹത്തിൻ്റെതായ ഒരു ലക്ഷണം തന്നെയാണത്. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി വന്നു ചേരുന്നത്. ഐശ്വര്യവും പ്രോസ്പെറിറ്റി, ഐശ്വര്യ, അബണ്ടൻസ് ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുതന്നെയാണ് മജീഷ്യന്റെ എനർജിയിലും വന്നിരിക്കുന്നത്. ഇവിടെ സ്ട്രെങ്ത് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന സ്ട്രെങ്ത്, മറ്റു പല കാര്യങ്ങളെയും മറികടക്കാനുള്ള, ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വീണ്ടും പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ കഴിയുന്നു. കണ്ടില്ലേ, ഇവിടെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന്റെ 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. എന്ന് നമുക്ക് കുറച്ച് എടുക്കാം. ഇവിടെ ഷഫിൾ ചെയ്ത് എനിക്ക് വന്നിട്ടുള്ളതാണ്. സീബ്രയാണ് വന്നിട്ടുള്ളത്. ലെറ്റ് ഗോ ഓഫ് യുവർ ഫിയർ ആൻഡ് നോ ദാറ്റ് യു ആർ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആൾ ടൈംസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ ഫിയർ ഉണ്ടോ, പേടിയുണ്ടോ? പേടി വെച്ചുകൊണ്ട് ഒരു കാര്യത്തിനെ സമീപിക്കാൻ പാടില്ല. മനസ്സിലായോ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നൊരു ഇന്റർവ്യൂവിന് പോവുകയാണ്, പേടിച്ചാണോ പോകേണ്ടത്? അല്ല. ഏതെങ്കിലും പുതിയൊരു ജോലിയിലേക്ക് പോവുകയാണ്, അവിടെ പേടിയാണോ വേണ്ടത്? അല്ല, കോൺഫിഡൻസ് ആണ് വേണ്ടത്. മനസ്സിലായി? പേടി നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ഉണ്ടോ, എത്ര കാലം അത് ഇരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സക്സസിലേക്ക് പോകാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സീബ്ര എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡ് ആണ്. അപ്പൊ ഈ ഒരു ആനിമൽ സ്പിരിറ്റിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യൂ. തീർച്ചയായിട്ടും ഭയം, നെഗറ്റിവിറ്റി ഇതൊന്നും പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായ്പ്പോഴും സേഫ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ സുരക്ഷിതരാണ്. മനസ്സിലായോ? അതുപോലെ ഡിവൈനിൽ നിന്നും പ്രൊട്ടക്റ്റഡുമാണ്. പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ വേണം നിങ്ങൾ മുന്നോട്ട് കടക്കാൻ ഏതൊരു കാര്യത്തിലും. അവിടെയാണ് നിങ്ങൾക്ക് വിജേതാവാകാൻ കഴിയുന്ന, ജേതാവായി മുന്നോട്ട് വരാൻ കഴിയുന്നത്. ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്ന പ്ലാറ്റിപ്പസ് ആണ്. സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൺ ദ ബ്ലെസ്സിങ്സ് ഇൻ യുവർ ലൈഫ്. അപ്പൊ സ്റ്റോപ്പ് കംപ്ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ എന്ത് കിട്ടിയാലും തൃപ്തരാകില്ല. എന്തൊക്കെ കിട്ടിയാലും അതിലൊരു തൃപ്തിയില്ലാത്ത ചില വ്യക്തികളുണ്ട്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ കംപ്ലൈനിങ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ പരാതി പറച്ചിൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ എല്ലായ്പ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ചില ജീവിതത്തിലൊക്കെ എപ്പോഴും കാണാറുണ്ട്, കപ്പിൾസ് തമ്മിലായാലും നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയാലും നിങ്ങൾ ചിലപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഓരോന്നിനും എപ്പോഴും ഇങ്ങനെ പരാതി, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ ഒരു ജീവിതത്തിൽ എന്താണ്? സന്തുഷ്ടി നിറയുന്നില്ല അവിടെ. മനസ്സിലായി? അവിടെ സന്തുഷ്ടി നിറയണമെങ്കിൽ എന്താണ്? ഇത്തരത്തിലുള്ള പറച്ചിലുകൾ അവോയ്ഡ് ചെയ്യുക. ഇനി ആരോടായാലും ശരി, നിങ്ങൾ പാർട്ട്ണറോടല്ല, മറ്റൊരു വ്യക്തിയോട്, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോടായാൽ തന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പരാതി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയില്ല, ഇങ്ങനെയില്ല, എനിക്കത് പരാജയമായി പോയി, എനിക്ക് മറ്റേത് കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരമായാലും കാര്യം പരസ്പരം നിങ്ങൾ തുറന്നു പറഞ്ഞ് അതിനെ സോൾവ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പറഞ്ഞ് അതിന് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകണം. അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞ് ഒരാളിനെ അടിച്ചമർത്തി ജയിക്കാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കാൻ പാടില്ല. അഥവാ കുറ്റമുണ്ടെങ്കിൽ തന്നെ അതിനെ അവിടെ സൊല്യൂഷൻ കൊണ്ട് നേരിടാവുന്നതാണ്. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.